ഓം ശാന്തി. എൻ്റെ പ്രിയപ്പെട്ട ബാബ, ഗുഡ് മോർണിംഗ്. കുറച്ച് നേരത്തേക്കായി നിരന്തരം ചിന്തിക്കൂ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച്, ആത്മസ്വരൂപത്തെക്കുറിച്ച്. മസ്തകമധ്യത്തിലേക്ക് മനസ്സിനെ, ചിന്തകളെ ഏകാഗ്രമാക്കൂ. ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ ചുറ്റിലും പരക്കുന്നതായി സങ്കൽപ്പിക്കൂ. ഞാൻ എന്നെ തന്നെ പല പ്രാവശ്യം കാണുന്നു. ആത്മസ്വരൂപത്തിൻ്റെ ആ സുഖം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ സമ്പൂർണ്ണ ആത്മബോധത്തിലാണ്. എൻ്റെ മനസ്സ് പരിപൂർണമായും ശാന്തമാണ്, സ്ഥിരതയുള്ളതാണ്. ദേഹത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് മനസ്സലയുന്നില്ല. ഞാൻ അചഞ്ചലമായ ദൃഢമായ ആത്മാവാണ്. അതിശക്തിശാലി ആത്മാവാണ് ഞാൻ. എൻ്റെ ശക്തികളെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ആത്മബലത്തെ, ആത്മശക്തിയെ വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ അതീവ തേജസ്വി ആത്മാവാണ്. എൻ്റെ ആ സ്വന്തം തേജസ് എത്രമാത്രമുണ്ട്, നമുക്ക് എത്രമാത്രം സങ്കല്പിക്കാൻ കഴിയുമോ അത്രത്തോളം ആ വെളിച്ചം, പ്രകാശബിന്ദു സങ്കല്പിക്കൂ. ഭ്രൂമധ്യത്തിൽ പരിപൂർണമായി ഞാൻ ഏകാഗ്രമാണ്. ഞാനൊരു ദിവ്യസ്വരൂപമായ ആത്മാവാണ്. വീണ്ടും വീണ്ടും ഞാൻ സങ്കല്പിക്കുകയാണ്, കാണുകയാണ്.
എൻ്റെ ഓരോരോ ശരീരഭാഗങ്ങളിൽ നിന്നും ദിവ്യപ്രകാശ തരംഗങ്ങൾ പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. ദൂരെ ദൂരെ വരേക്ക് ഈശ്വരീയ ശക്തികൾ എന്നിൽ നിന്നും വ്യാപിക്കുകയാണ്. എൻ്റെ അതിസൂക്ഷ്മതലത്തിലേക്ക്, എൻ്റെ മനോവൃത്തി വരേക്കും ഞാൻ ഏകാഗ്രമാകുന്നു. സമ്പൂർണമായ ഒരു പരിവർത്തനം ഈ ഒരു പ്രത്യേക ശക്തിശാലി സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നു. മസ്തകമധ്യത്തിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിമാനായ ആത്മാവാണ്. സർവശക്തികളും നിറഞ്ഞിരിക്കുന്ന വളരെ ശക്തി നിറഞ്ഞ അവസ്ഥ അനുഭവിക്കൂ. കുറച്ചു നേരം ഞാനൊരു ബ്രാഹ്മണനാണ്, അതിശ്രേഷ്ഠ സ്വരൂപമായ ബ്രാഹ്മണൻ, ബ്രഹ്മാമുഖവംശാവലി ബ്രാഹ്മണൻ. അമൃതവേളയിൽ ബ്രഹ്മത്തിൽ നിന്നും അവതരിച്ച് ശരീരത്തിലേക്ക് അവതരിച്ച ബ്രാഹ്മണൻ. നമ്മുടെ ഉള്ളിലെ ബ്രാഹ്മണത്വം, അമരത്വം, അലൗകികത്വം, ദിവ്യത്വം, ഇതെല്ലാം സമ്പൂർണ്ണ തലത്തിൽ അനുഭവത്തിൽ വരട്ടെ. ഞാൻ ആരാണ്? ഞാൻ എത്ര ശ്രേഷ്ഠമായ ആത്മാവാണ്. ബാബ എന്നെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രാഹ്മണന്റെ പിതാവ് എത്ര ശ്രേഷ്ഠനാണ്. ഞാനിപ്പോൾ ഈ ശരീരത്തിൽ നിന്നും പുറത്തു കടന്ന് പ്രകാശവസ്ത്രധാരിയായി എന്നെ കാണുന്നു. ഈ ശരീരത്തിലില്ല ഞാൻ. ഈ ശരീരത്തിൽ നിന്നും വളരെ വളരെ മുകളിലായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ചുറ്റിലും പ്രകാശമുണ്ട്, തേജോമയമായ പ്രകാശം. ഞാൻ പ്രകാശ ശരീരത്തിലാണ്. എനിക്ക് ചുറ്റിലും തേജോമയമായ പ്രകാശമുണ്ട്. എനിക്ക് ചുറ്റിലും പ്രകാശകിരണങ്ങൾ അന്തരീക്ഷം മുഴുവനും പരക്കുന്നുമുണ്ട്. ലൈറ്റ് മൈറ്റ് ഹൗസ് ആണ് ഞാൻ.
എന്നിലേക്ക് മുകളിൽ നിന്നും പ്രകാശകിരണങ്ങളുടെ ഒരു മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുഴുവൻ ലോകത്തിനും ഈശ്വരീയ ശക്തികളാകുന്ന സുഗന്ധം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കാണുകയാണ് എന്നിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ ഭൂഗോളത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ഭൗതിക ശരീരത്തിൽ നിന്നും വളരെ വളരെ ഉയരങ്ങളിലാണ്. ഞാൻ ഫരിസ്തയാണ്. ഞാൻ പ്രകാശ ശരീരത്തിലാണ്. ഭൂമിയിലുള്ള ഓരോ ആത്മാക്കളിലേക്കും ശക്തികൾ ചെന്നെത്തിച്ചേരുകയാണ്. അവർക്കൊരു ഈശ്വരീയ ടച്ച് ലഭിക്കുകയാണ്. അവരും അതനുഭവിക്കുന്നുണ്ട്. ഏതോ ഒരു ശക്തി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഏതോ ഒരു ചൈതന്യം ഈശ്വരീയമായത് അനുഭവമാകുന്നു. അതവരനുഭവിക്കുന്നുണ്ട്. ഞാൻ ഫരിസ്തയിൽ നിന്നും പ്രകാശകിരണങ്ങൾ, അതിശക്തിശാലി ദിവ്യമായ സമ്പൂർണമായ ശക്തികൾ നിറഞ്ഞ കിരണങ്ങൾ ഭൂമിയിലേക്ക് നിരന്തരം പതിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി അഥവാ ഭൂമിയിലെ ആത്മാക്കൾ എത്ര മാറ്റം അനുഭവിക്കുന്നു. ഞാൻ വിശ്വസേവനം ചെയ്യുന്ന ഞാൻ എന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സോമാനത്തിൽ സദാ സ്ഥിതി ചെയ്യിക്കുന്ന അങ്ങനെയുള്ളൊരു സർവശ്രേഷ്ഠ ആത്മാവായി ഞാൻ എന്നെ തന്നെ ദർശനം നടത്തുകയാണ്. ഞാൻ ശക്തിശാലി ആത്മാവാണ്. ഞാനാണ് അചഞ്ചലമായ ആത്മാവ്. ഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചാലും എന്നെ ഒരിക്കലും അത് ബാധിക്കില്ല. മറിച്ച് എപ്പോഴും ഞാൻ ഭൂമിയിലേക്ക് ശക്തിശാലി പ്രകാശകിരണങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അത് എന്നെക്കൊണ്ട് മാത്രമേ കഴിയൂ.
എൻ്റെ സ്ഥിതി പരിപൂർണമായും അതിശക്തമാണ്. ഞാൻ മെല്ലെ മെല്ലെ വെള്ളപ്രകാശം നിറഞ്ഞ എൻ്റെ സൂക്ഷ്മലോകത്തിലേക്ക്, നീലാകാശവും മറികടന്ന് എത്തിച്ചേരുന്നു. എത്ര തേജോമയമായ ലോകം, എത്ര ശാന്തി നിറഞ്ഞ അവ്യക്തമായ അന്തരീക്ഷം. നീലാകാശത്തിനും മേലെ അവ്യക്ത അന്തരീക്ഷം നിറഞ്ഞ, വെള്ളപ്രകാശം നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ ബാപ്ദാദയുടെ മുന്നിലാണ്. ബാപ്ദാദയുടെ ഫരിസ്ത ശരീരത്തിൽ നിന്നും, ഓരോരോ ശരീരഭാഗങ്ങളിൽ നിന്നും ജ്വലിക്കുന്ന പ്രകാശകിരണങ്ങൾ പുറപ്പെട്ട് അതെൻ്റെ മേലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ തേജോമയമായ ശക്തി നിറഞ്ഞ കിരണങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. ഒന്ന് ചിന്തിക്കൂ, അനുഭവിക്കൂ. സാക്ഷാൽ പരമാത്മാവിൻ്റെ പ്രകാശം എന്നിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൈകൾ ഞാൻ ബാബയുടെ കൈകളിലേക്ക് നൽകുന്നു. ഞാൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ പരമപിതാവിനെ ആശ്ലേഷിക്കുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ എൻ്റെ ബാബ, എൻ്റെ ബാബ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതീവ സ്നേഹത്തോടെ ബാബയുടെ ഹസ്തങ്ങൾ, ആശീർവാദങ്ങൾ നിറഞ്ഞ കരങ്ങൾ തലയിൽ ബാബ വയ്ക്കുകയാണ്. ബാബ എനിക്ക് അതിശക്തമായ ദൃഷ്ടി തരികയാണ്. ബാബയുടെ അതിശക്തമായ ദൃഷ്ടിയിൽ ബാബ എങ്ങനെയാണോ അതേപോലെ തനി സ്വരൂപമായി ഞാൻ മാറുന്നു. ബാബ എന്നെ മാറ്റുന്നു. ബാബയും ഫരിസ്ത സ്വരൂപത്തിൽ, ഞാനും ബാബയോടൊപ്പം ഫരിസ്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഞാൻ ഒരു ബിന്ദുവായി മാറുകയാണ്. ഞാൻ ദേഹത്തെ പൂർണ്ണമായി മാറ്റി ഞാനൊരു കൊച്ചു ബിന്ദുവായി മാറുന്നു. ഞാൻ നിരാകാരാവസ്ഥയിൽ
ബിന്ദുവായ അച്ഛൻ്റെ അടുക്കൽ പരന്ധാമത്തിൽ പോയിരിക്കൂ. ബാബയുടെ മുന്നിലിരിക്കൂ. ബാബയുടെ അരികിലിരിക്കൂ. എൻ്റെ ബാബ ജ്ഞാനസൂര്യനാണ്. ഞാനും മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്. ബാബയിൽ നിന്നുമുള്ള സൂര്യകിരണങ്ങൾ അനുഭവിച്ച് ഞാൻ വീണ്ടും ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിലെ ശക്തികൾ 1000 മടങ്ങ് 10,000 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മുഴുവൻ ശക്തിയും ഒന്നായി അനുഭവിക്കൂ. ബാബ സർവശക്തിമാൻ, ഞാൻ മാസ്റ്റർ സർവശക്തിമാൻ. എന്നിൽ നിന്നും മുഴുവൻ സൃഷ്ടിയിലേക്കും ഈ ശക്തികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് കുറേ നേരം ഈ ഒരു ശക്തി നിറഞ്ഞ, അപാരമായ ശക്തി നിറഞ്ഞ അവസ്ഥയിലിരിക്കാം. ഓം ശാന്തി.